സുരേഷേട്ട, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ CPM ചരിത്രത്തിലില്ലാത്ത വലിയ തിരിച്ചടിയാണ് നേരിടുന്നത്. എന്തൊക്കെ ഘടകങ്ങളായിരിക്കും CPM-നെ ഈ ഒരു തകർച്ചയിലേക്ക് എത്തിച്ചത്? തകർച്ചയിലേക്ക് പ്രധാനമായിട്ടും എത്തിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അസസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർഗീയമായ ഒരു കൺസോൾട്ടേഷൻ രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി, SDPI പോലുള്ള സംഘടനകളുമായിട്ട് UDF ചേരാൻ ശ്രമിച്ചത് അവർക്ക് ഗുണകരമായാണ് വന്നത്. അത് അവർക്കൊരു സൈഡിൽ ഈ ന്യൂനപക്ഷ ഏകീകരണം, പ്രത്യേകിച്ച് മുസ്ലിം ഏകീകരണത്തിന് സഹായിച്ചു. രണ്ടാമത് ഈ സ്വർണ്ണപ്പാളി വിഷയം ചർച്ചയായതോടുകൂടി ഈ ഹിന്ദു ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നും CPM-ന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ കുറേ മാറുകയും ചെയ്തു. അതുമാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ ഭൂരിപക്ഷ സമുദായം, ഈ ഇടതുപക്ഷത്തിനോടൊപ്പം നിന്ന വിഭാഗത്തിൽ നിന്ന് നല്ലൊരു ശതമാനത്തിൻ്റെ വോട്ട് BJPക്ക് പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ഈ ഇതിനിടയ്ക്കുള്ള സമയത്തൂടെ അവരത് തിരിച്ചു കൊണ്ടുവന്നു എന്നാണ് CPM പലപ്പോഴും അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പൊളിറ്റിക്കലായിട്ട് നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ അത്തരത്തിൽ ആ വോട്ടുകൾ തിരിച്ചു വന്നില്ല എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് പ്രകടമാണ്. ശബരിമല തന്നെയാണ് ശബരിമല ഒരു ഘടകമാണ്. അപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയും SDPIയും പോലുള്ള ഒരു സംഭവം ഒരു ഘടകമാണ്. കേരളത്തിൽ ഒരിക്കലും നമ്മളെല്ലാം ഭയങ്കര രാഷ്ട്രീയ പ്രബുദ്ധരാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കേരളത്തിൽ എല്ലാ കാലത്തും തിരഞ്ഞെടുപ്പുകൾ വർഗീയമായി തന്നെയാണ്, സാമുദായികമായി തന്നെയാണ് തിരഞ്ഞെടുപ്പുകൾ ഫലം നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് അത് നമ്മളെപ്പോഴും രാഷ്ട്രീയമായി പറഞ്ഞ് നേരിടാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിൽ നടക്കുന്ന കാര്യമേ അല്ല. ഇലക്ഷൻ്റെ ഇത് വരുമ്പോൾ തിരുവനന്തപുരത്തെ BJPയുടെ ഭരണം പിടിക്കലുണ്ട്. അതൊരു വലിയ ഘടകം തന്നെയല്ലേ? കാരണം തീർച്ചയായിട്ടും അത് BJPയെ സംബന്ധിച്ചിടത്തോളം അവർ എത്രയോ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവർ ഭരണം പിടിക്കും, മറ്റേ പ്രധാനമന്ത്രി വരുമ്പോൾ അവരുടെ മേയർ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഇപ്രാവശ്യം അവർക്ക് സാധ്യമായി. അതിന് ഈ UDF ശക്തമായി മത്സരിച്ചത് ഒരു കണക്കിന് ഗുണം ചെയ്തത് BJPക്കാണ്. LDFിൻ്റെ സീറ്റുകൾ ഈ UDF മത്സരം കടുപ്പിച്ചപ്പോഴത്തേക്ക് വിചാരിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം UDFിൽ നിന്നും BJP പിടിച്ചുകൊണ്ട് പോയ സീറ്റുകൾ തിരിച്ചു കിട്ടുകയും അത് പിന്നെ LDFിന് ഗുണകരമാവുകയും ചെയ്യും എന്നുള്ളൊരു കണക്കൂട്ടലായിരുന്നു പൊതുവിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഇതിനെല്ലാത്തിനേക്കാൾ അപേക്ഷിച്ച് നമ്മളെ ആൾക്കാർ ഈ വർഗീയമായി വോട്ട് ചെയ്യാൻ മാത്രം ഉള്ള ഒരു തലത്തിലേക്ക് പോയി എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നുണ്ട്. ജനക്ഷേമ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചു, ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൂട്ടിയൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് CPM ഈ ഇലക്ഷനെ നേരിട്ടത്. കാരണം CPM വലിയ ആത്മവിശ്വാസമുണ്ട്. കാരണം ഇത്രയും വലിയ തിരിച്ചടി ഇതുവരെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടില്ല. ഇപ്പം 400 പഞ്ചായത്തിൽ അധികമാണ് UDF ഭരണം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ജനക്ഷേമ പദ്ധതികൾ കൊണ്ട് ഗുണം ചെയ്തില്ല എന്നുള്ളതാണ്. ജനക്ഷേമ പദ്ധതികൾ ഗുണം ചെയ്തില്ല എന്നുള്ളതല്ല. ഇപ്പം ഏത് പദ്ധതികൾ ഉണ്ടാക്കിയിരുന്നിരുന്നാലും നമ്മൾ ഈ നിയമങ്ങളെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. നീതി നടപ്പാക്കിയാൽ ആ നീതി നടപ്പാക്കുന്നത് അനുഭവപ്പെടണം. അതുപോലെ ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കി നിങ്ങൾ 2000 രൂപ പെൻഷൻ വാങ്ങിയതുകൊണ്ട് കാര്യമില്ല. പക്ഷേ നിങ്ങൾ 2000 രൂപ പെൻഷൻ വാങ്ങിയാണെന്ന് നിരന്തരം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അത് ഞങ്ങളുണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നും ഓർമ്മിപ്പിക്കണം. പക്ഷേ അതിന് ഇവർക്ക് പറ്റിയിട്ടില്ല. പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജനക്ഷേമ പദ്ധതിയും അതുപോലെ തന്നെ വികസന കാര്യങ്ങളും ചർച്ച ചെയ്യാമെന്നുള്ളതായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ ആദ്യത്തെ ഉദ്ദേശം. പക്ഷേ ആ സമയത്ത് വന്ന് വീണതെന്ന് പറയുന്നത് ഈ ശബരിമല സ്വർണ്ണപ്പാളി കേസാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയം വന്നു. ശബരിമല സ്വർണ്ണപ്പാളി ന്യായീകരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു പിന്നെ അവരുടെ മുന്നിലുള്ള ഏക ഒരു സംഭവം. അത് ഈ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ട് അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതിരുന്നതോടുകൂടി വിഷയം കുറച്ചുകൂടെ വഷളായി. അപ്പോൾ പിന്നെ അവർക്കത് എങ്ങനെയെങ്കിലും ന്യായീകരിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു സ്ഥലത്തിലേക്ക് എത്തി. അത് ഒരു ഘട്ടത്തിൽ എത്തിയപ്പോഴത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടം വിഷയം വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ആയുധമാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിനും അവർ പ്രാധാന്യം കൊടുത്തു. മലബാർ ഭാഗത്ത് ഈ രണ്ട് സാധനവും വലിയൊരു രാഹുൽ മാങ്കൂട്ടം വിഷയം എഫക്റ്റ് ചെയ്തതേയില്ല. അതേസമയം ജമാഅത്തെ ഇസ്ലാമി വിഷയം തിരിച്ചടിയുമായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതേ കാര്യമാണ് സംഭവിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പ്രധാനമായിട്ടും പ്രസംഗിച്ചു നടന്നത് പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. BJP വന്നാലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് എന്ത് സംഭവിച്ചു? ന്യൂനപക്ഷങ്ങൾ കംപ്ലീറ്റ് ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായി. അവർ കണക്കൂട്ടിയത് എന്താണ്? അവിടെ ഡൽഹിയിൽ CPM പോയിട്ടൊരു ചുക്കം ചെയ്യാനില്ല. അതുകൊണ്ട് അവിടെ ഉള്ളതാരാണ്? കോൺഗ്രസ്സാണ്, UDF ആണ്. അവർക്ക് വോട്ട് ചെയ്തു. അതുപോലെ ഇപ്രാവശ്യം ജമാഅത്തെ ഇസ്ലാമിയും അവരെല്ലാവരും കൂടെ യോജിച്ച് നിൽക്കുകയാണ്. അവർ ഒരു മുന്നണിയായിട്ട് തന്നെയാണ് മത്സരിച്ചത്. അതിപ്പം നമുക്ക് കോഴിക്കോടൊക്കെ ഉള്ള ഫലം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കൃത്യമാണ്. കണ്ണൂർ പോലും പല സ്ഥലങ്ങളിലും അങ്ങനെയാണ്. അപ്പോൾ ഈ വിഘടിച്ച് നിന്ന മുസ്ലിം ഗ്രൂപ്പുകളെല്ലാം കൂടി ചേർന്നിട്ട് ഈ മലബാറിലെ തിരിച്ചടിയാണ് ഇപ്പം തെക്കൻ തിരുവിതാംകൂർ ഒക്കെ ഈ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ടാണ് CPM-ന് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ മലബാർ അങ്ങനെയല്ല. തൃശ്ശൂർ മുതൽ അങ്ങോട്ട് കാസർഗോഡ് വരെ CPM-ൻ്റെ ആധിപത്യമാണ്. കരുണാകരൻ ഉള്ളപ്പോൾ പോലും CPM അവിടെ വളരെ ശക്തമാണ്. ആ സ്ഥലത്താണ് ഈ തിരിച്ചടികൾ ഉണ്ടായിരിക്കുന്നത്. അത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ
ഒരിക്കലും UDFന് പിന്നിലേക്ക് പോയിട്ടില്ല. ഏറ്റവും മോശമായ പ്രകടനം നടന്നത് 2010-ലാണ്. 2010 VS മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് എൻ്റെ അറിവിൽ ഏറ്റവും മോശമായ ഒരു പ്രകടനം നടക്കുന്നത്. ആ സമയത്ത് VS ക്യാബിനറ്റിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ റോഡിൽ കൂടി സഞ്ചരിക്കുന്ന ആരെങ്കിലും നമുക്ക് വോട്ട് ചെയ്യുമോ എന്ന് അന്ന് പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ആൾക്കാരെടുത്ത് ചോദിച്ചു. PJ ജോസഫ് ആണെന്നാണ് തോന്നുന്നത്, അതാ മോൻസമാണ് ചോദിച്ചു. എന്താണെന്ന് പറഞ്ഞാൽ അന്ന് കംപ്ലീറ്റ് റോഡുകൾ തകർന്ന് തരിപ്പണമായി കിടക്കുകയായിരുന്നു. അതാണ് അവിടെ കണ്ടത്. ഇന്ന് അങ്ങനെയല്ല. നമുക്ക് നടുവൊടിയാതെ റോഡിൽ കൂടെ സഞ്ചരിക്കാം, നല്ല സ്കൂളുണ്ട്, നല്ല ഹോസ്പിറ്റലുണ്ട്. ഇതൊന്നും വെറും വാദമല്ല, നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അതൊന്നും അല്ല നമ്മളെ പ്രധാനപ്പെട്ട മുൻഗണനകൾ എന്നുള്ളത് ഇക്കാര്യം വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കുകയാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിനുണ്ടായിരിക്കുന്ന ഒരു വലിയ വിജയമുണ്ട്. കാരണം ഏറെ പ്രതിസന്ധിയുടെ ഇടയിലാണ് അവർ ഈ തെരഞ്ഞെടുപ്പിന് നിന്ന് വലിയ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന രാഹുൽ മാങ്കൂട്ടം ഒന്നിലധികം ബലാത്സംഗ കേസുകളിൽ പ്രതിയായി. ഈ വിഷയം തെരഞ്ഞെടുപ്പിൻ്റെ വലിയ ഘട്ടത്തിൽ പരാതി വന്നു. ഈ ശബരിമല കൂടുതൽ ഉന്നയിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ നടക്കാതെ പോയി. അത്തരം തിരിച്ചടികളെല്ലാം ഒരുമിച്ച് നേരിട്ട് വരികയല്ലേ. അതൊരു സണ്ണി ജോസഫ് VD സതീശൻ ടീമിൻ്റെ ഒരു വലിയ വിജയമായിട്ട്. സണ്ണി ജോസഫിനേക്കാളും ഞാനത് കണക്കാക്കുന്നത് VD സതീശൻ്റെ തന്നെ വിജയമാണെന്നുള്ളതാണ്. അയാൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കഴിഞ്ഞ 5 വർഷം അയാളെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ മോശം പറഞ്ഞാലും കഴിഞ്ഞ 5 വർഷം അയാൾ നടത്തിയ രാഷ്ട്രീയ തന്ത്രങ്ങളുണ്ട്. ആ തന്ത്രങ്ങളാണ് ഇപ്പോൾ ഫലം കണ്ടത്. രാഹുൽ മാങ്കൂട്ടം പ്രശ്നം മാത്രമല്ല, ഇതിനകത്ത് വേറൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കുമ്പം നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, ലീഗ് എങ്ങനെ പോയിരുന്നാലും ഒരു 10-18 സീറ്റ് ലീഗ് പിടിക്കും, ബാക്കിയുള്ളവരെല്ലാവരും കൂടി ഒരു 4-5 സീറ്റ് പിടിക്കും. എങ്ങനെ അപ്പോൾ ഒരു 22 സീറ്റ് അവരെല്ലാവരും കൂടി പിടിച്ചിരുന്നാൽ 50 സീറ്റ് കോൺഗ്രസ് പിടിച്ചാലേ അധികാരത്തിൽ വരാൻ പറ്റുള്ളൂ. അതാണ് ഒരു കണക്ക്. ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ സ്ഥിതി വെച്ചിട്ട് 24 സീറ്റാണ് കോൺഗ്രസിനുള്ളത്. ഈ 24 സീറ്റ് 50 ആക്കുക, 26 സീറ്റ് കൂടെ ജയിക്കേണ്ടത് ഉണ്ട്. അത് ഈ നടക്കും. അതായത് അവർക്ക് പ്രധാനമായിട്ടും ഈ മധ്യ തെക്കൻ തിരുവിതാംകൂറുകളിലാണ് അവരുടെ ശക്തി എന്ന് പറയുന്നത്. കർണാടകം പോയതോടുകൂടി മലബാറിൽ അവർ ശക്തരല്ല. അത് സംഭവിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വെച്ച് നോക്കുകയാണെങ്കിൽ അത് സംഭവിക്കും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊല്ലം പോലുള്ള ഒരു ജില്ലയിൽ പോലും പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളൊക്കെ പരമ്പരാഗതമായി കോൺഗ്രസ്സിന് സ്വാധീനമുള്ള മേഖലകളാണെന്ന് പറയാം. കൊല്ലവും അങ്ങനെയാണ്. പക്ഷേ എന്നിരുന്നാലും കൊല്ലത്ത് കുറച്ചുകൂടി മേൽക്കൈ ഉള്ളത് CPM-നാണ്. കൊല്ലത്ത് പോലും CPM-ന് വലിയ തിരിച്ചടി ഉണ്ടായി എന്ന്. കൊല്ലം കോർപ്പറേഷൻ പോയി, മനസ്സിലായില്ലേ. ജില്ലാ പഞ്ചായത്തുകളിൽ LDF-നേക്കാളും കൂടുതൽ 8 ജില്ലാ പഞ്ചായത്തുകൾ അവർ ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ 8 ജില്ലാ പഞ്ചായത്തുകൾ ജയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ജില്ലകളിൽ മേൽക്കൈ എന്നാണ്. 4 കോർപ്പറേഷൻ ജയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മെട്രോപൊളിറ്റൻ നഗരങ്ങളാണ്. മെട്രോപൊളിറ്റൻ നഗരം എന്ന് പറയുമ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ 3-4 നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസികൾ വരുന്ന ഇതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഉത്തേജനമാണ്. അതേസമയം CPM-നെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തൊക്കെ വർക്ക് ചെയ്തിരുന്നിരുന്നാലും ഇത് കവർ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. അത്രയ്ക്ക് വലിയൊരു തിരിച്ചടിയായിട്ടാണ് ഞാനിതിനെ എന്തായാലും വിലയിരുത്തുന്നത്. ഇത് വളരെ അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഇടതുപക്ഷ മുന്നണിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് ചിലപ്പോൾ വഴിവെച്ചേക്കാം. CPM ഇപ്പം തന്നെ CPM-ൻ്റെ പല നയങ്ങളുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്നുണ്ട്. ഒന്ന്, മുന്നണി ചർച്ച ചെയ്യുന്നില്ല, തോന്നിവാസം പോലെ ചെയ്യുന്നു എന്നുള്ള ഒരു ആക്ഷേപം അവർക്കുണ്ട്. രണ്ടാമത് വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്വാധീന മേഖലകളിലെല്ലാം തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കേരള കോൺഗ്രസ് എമ്മും കൂടി വന്നാണ് ആ മധ്യ തിരുവിതാംകൂറിൽ കംപ്ലീറ്റ് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടായത്. അതായത് കോട്ടയം, ഇടുക്കി, എറണാകുളത്തിൻ്റെ കുറേ ഭാഗങ്ങൾ, പിന്നെ ആലപ്പുഴ ജില്ലയുടെ കുറേ ഭാഗങ്ങൾ. ആലപ്പുഴ ജില്ല ഇപ്പോഴും പിടിച്ചു നിർത്താൻ പറ്റിയെങ്കിലും കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട 3 ജില്ലകളിൽ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിലനിൽപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. ഇപ്പം ജോസ് കെ മാണി രാജ്യസഭാ സീറ്റ് കിട്ടിയതുകൊണ്ട് മൗനമായിട്ടിരുന്നിരുന്നാൽ പോലും ആ പാർട്ടിക്കകത്ത് തന്നെ പ്രശ്നങ്ങൾക്ക് ഇത് വഴിവെക്കില്ലേ എന്നുള്ളതും കൂടി നമ്മൾ നോക്കേണ്ടി വരും.